സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കീം BARCന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ്. ഇപ്പോൾ ജനറൽ കാറ്റഗറി റാങ്കാണ് നിങ്ങൾക്ക് നോർമലായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലും മറ്റും കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള റാങ്കാണ്. ഇനി നിങ്ങളുടെ കാറ്റഗറി റാങ്ക് അറിയണമെങ്കിൽ അതും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫൈനലല്ല, പ്രൊവിഷണലാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വൺസ് അത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാന്ന് കൺഫേം ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫൈനലായിട്ടുള്ള പ്രൊവിഷണൽ കാറ്റഗറി റാങ്കും പബ്ലിഷ് ആവുന്നതാണ്. അപ്പോൾ കാറ്റഗറി റാങ്ക് നോക്കാൻ പലർക്കും അറിയണില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിനെ കൂടി അങ്ങനെ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വിശ്വകർമ്മ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റാങ്ക് വന്നിട്ട് ഇഗ്നൈറ്റിലാണ്. അപ്പോൾ ആ കുട്ടിയുടെ റാങ്ക് മാത്രമായിരിക്കും വിശ്വകർമ്മയുടെ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് സീരിയൽ നമ്പർ ആയിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ജനറൽ റാങ്ക് അതിൻ്റെ സൈഡിലുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ ജനറൽ റാങ്കിൻ്റെ സൈഡിലുള്ള സീരിയൽ നമ്പർ ആണ് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ആയിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് ഇഗ്നൈറ്റിൽ തന്നെയാണ്. അപ്പോൾ ആ കുട്ടിയുടെ നോക്കുമ്പോഴും നിങ്ങൾക്ക് ജനറൽ റാങ്ക് നോക്കാം, അതുപോലെ തന്നെ കാറ്റഗറി റാങ്ക് നോക്കാം. അപ്പോൾ ജനറൽ റാങ്ക് ആണ് കൊടുത്തിട്ടുണ്ടാവുക റാങ്ക് ആയിട്ട്. കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ സീരിയൽ നമ്പർ ആയിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ജനറൽ റാങ്ക് കാറ്റഗറി റാങ്ക് ഒക്കെ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു തന്നിട്ടുള്ളൂ, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുമ്പോൾ കാണുന്നത് നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള റാങ്ക് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറിയിലുള്ള നിങ്ങളുടെ റാങ്കിങ് പൊസിഷൻസ് അറിയുള്ളൂ. കാരണം അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല കുട്ടികളും ഈ റാങ്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ച് തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ കാറ്റഗറി റാങ്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ റാങ്ക് കിട്ടുന്നവർക്ക് ഏതൊക്കെ കോളേജിൽ ഗവൺമെന്റ് മെറിറ്റ് സീറ്റാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. കിട്ടാനുള്ള സാധ്യതകളെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അലോട്ട്മെന്റ് പ്രോസസ്സിൽ എങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാം, നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും. അതനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ മിസ്റ്റേക്കുകൾ വരുത്താതെ നോക്കുക. അപ്പോൾ കൺഗ്രാറ്റ്സ് ടു ഓൾ ഹു ഗോട്ട് ഗുഡ് റാങ്ക്. നമ്മുടെ ഇഗ്നൈറ്റിന്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.